ഹൃദയം നുറുങ്ങി നിൽക്കുന്ന എനിക്ക് കർത്താവ് എൻ്റെ അടുത്ത് തന്നെയാണെന്ന്. സങ്കീർത്തനം 147:3 Psalm 147:3. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ബോധ്യം തരികയാണ്. ഹൃദയം നുറുങ്ങിയ നിന്നെ വെച്ച് കെട്ടാൻ, നിന്നെ സൗഖ്യപ്പെടുത്താൻ ഈശോ ഇവിടെ ഉണ്ടെന്ന്. ഇത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. കടന്നു പോകുന്ന എന്ത് ജീവിത സാഹചര്യമാണേലും ഹൃദയം ഇങ്ങനെ കീറി മുറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അത്ര വലിയൊരു വേദനയിൽ എന്നെ നോക്കാനോ പരിഗണിക്കാനോ ഒന്നും ആരുമില്ലെന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ഈശോയുടെ കുഞ്ഞിനെ ഈശോ സമീപസ്ഥനാണ്. നിനക്ക് കാണുന്നില്ലല്ലോ എന്തിയെ ഈശോയെ എന്നൊക്കെ ചോദിക്കാതെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണൊന്ന് തുടച്ചിട്ട് ഒന്നും കൂടെ കണ്ണ് തുറന്ന് നോക്ക്. ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നിനക്ക് ഈശോയാണ് കൂട്ട്. ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ പണ്ടേ പൊട്ടിപ്പോയനെ, വീർപ്പിച്ചൊരു ബലൂൺ പോലെ നിന്റെ നെഞ്ചിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. ഒരു വേദനയും കൂടെ, ആരുടെയെങ്കിലും ഒരു കുത്തുവാക്ക്, ഒരു വേദനിപ്പിക്കുന്ന വാക്കോ ഒരു നോട്ടവും മതി ചിലപ്പോൾ നീ പൊട്ടി തകർന്നു പോകാം. പക്ഷെ നീ പൊട്ടി തകർന്നു പോകാതിരിക്കാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ച് ഹൃദയം നുറുങ്ങി നിനക്ക് സമീപസ്ഥനായി ഈശോ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും, നിന്റെ മുറിവുകൾ വെച്ച് കെട്ടും. ഇന്ന് കടന്നു പോകുന്ന എന്ത് വേദനയാണെങ്കിലും ഈശോയുടെ ഈ വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെട്ട് അഭിഷേകത്തോടെ ശക്തിയോടെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ ഈശോയുടെ വെട്ടം കെട്ടി മുമ്പോട്ട് പോവുക. കഴിഞ്ഞ കാലങ്ങളിലേക്കോ മുറിവുകളിലേക്കോ മുറിപ്പെടുത്തിയവരിലേക്കോ ഒന്നും നോക്കാതെ നിന്നെ പരിഗണിക്കാൻ ആരുമില്ലെന്നോർത്ത് ഹൃദയം നുറുങ്ങി നിൽക്കുന്ന എനിക്ക് കർത്താവ് എൻ്റെ അടുത്ത് തന്നെയാണെന്ന്. സങ്കീർത്തനം 147:3 Psalm 147:3. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ബോധ്യം തരികയാണ്. ഹൃദയം നുറുങ്ങിയ നിന്നെ വെച്ച് കെട്ടാൻ, നിന്നെ സൗഖ്യപ്പെടുത്താൻ ഈശോ ഇവിടെ ഉണ്ടെന്ന്. ഇത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക. കടന്നു പോകുന്ന എന്ത് ജീവിത സാഹചര്യമാണേലും ഹൃദയം ഇങ്ങനെ കീറി മുറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അത്ര വലിയൊരു വേദനയിൽ എന്നെ നോക്കാനോ പരിഗണിക്കാനോ ഒന്നും ആരുമില്ലെന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഹൃദയം നുറുങ്ങി നിൽക്കുന്ന ഈശോയുടെ കുഞ്ഞിനെ ഈശോ സമീപസ്ഥനാണ്. നിനക്ക് കാണുന്നില്ലല്ലോ എന്തിയെ ഈശോയെ എന്നൊക്കെ ചോദിക്കാതെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ ആ കണ്ണൊന്ന് തുടച്ചിട്ട് ഒന്നും കൂടെ കണ്ണ് തുറന്ന് നോക്ക്. ഹൃദയം നുറുങ്ങി നിൽക്കുന്ന നിനക്ക് ഈശോയാണ് കൂട്ട്. ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ പണ്ടേ പൊട്ടിപ്പോയനെ, വീർപ്പിച്ചൊരു ബലൂൺ പോലെ നിന്റെ നെഞ്ചിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ വീർത്ത് നിൽക്കുകയാണ്. ഒരു വേദനയും കൂടെ, ആരുടെയെങ്കിലും ഒരു കുത്തുവാക്ക്, ഒരു വേദനിപ്പിക്കുന്ന വാക്കോ ഒരു നോട്ടവും മതി ചിലപ്പോൾ നീ പൊട്ടി തകർന്നു പോകാം. പക്ഷെ നീ പൊട്ടി തകർന്നു പോകാതിരിക്കാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ച് ഹൃദയം നുറുങ്ങി നിനക്ക് സമീപസ്ഥനായി ഈശോ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും, നിന്റെ മുറിവുകൾ വെച്ച് കെട്ടും. ഇന്ന് കടന്നു പോകുന്ന എന്ത് വേദനയാണെങ്കിലും ഈശോയുടെ ഈ വചനം നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ. ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെട്ട് അഭിഷേകത്തോടെ ശക്തിയോടെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ ഈശോയുടെ വെട്ടം കെട്ടി മുമ്പോട്ട് പോവുക. കഴിഞ്ഞ കാലങ്ങളിലേക്കോ മുറിവുകളിലേക്കോ മുറിപ്പെടുത്തിയവരിലേക്കോ ഒന്നും നോക്കാതെ നിന്നെ പരിഗണിക്കാൻ ആരുമില്ലെന്നോർത്ത്